3 സമയത്താണ് മനുഷ്യന് മാറ്റം ഉണ്ടാകുക. ഒന്ന്, പ്രായപൂർത്തിയാവുമ്പോൾ വലിയ കുട്ടിയാവും. ചിലപ്പോൾ അവൻ്റെ വാപ്പ അവനോട് പറയും ചെയ്യും, അല്ലെങ്കിൽ ഉമ്മ പറയും, ഇതിപ്പോൾ പഴയമായിരുന്നല്ല വലിയ കുട്ടിയാണല്ലോ എന്ന് തോന്നും. ഓനും തോന്നും ഞാൻ ഇപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് എന്ന്. അങ്ങനെ ആയാൽ എന്താ കുഴപ്പമെന്ന് അറിയങ്ങൾ? പിന്നെ അങ്ങോട്ടൊന്നും പറയണ്ട, എല്ലാവരോടും ഇങ്ങോട്ട് പറയും. മനുഷ്യൻ പരാജയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. ഇങ്ങോട്ട് ആർക്കും ഒന്നും പറയാൻ പാടില്ലെങ്കിൽ നമ്മൾ തോറ്റു. എപ്പോഴും ചോദിക്കാനും പറയാനും ആളുണ്ടോ നമ്മൾ വിജയിക്കും. എന്നേ വലിയ കുട്ടിയായത് അന്ന് മുതൽ തോറ്റു എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം. അപ്പോൾ ജീവിതത്തിൽ മാറ്റമുള്ള ഒരു സമയമാണ് വലിയ കുട്ടിയാവൽ. രണ്ടാമത് മാറ്റേണ്ടത് ജോലി കിട്ടിയാലാണ്. നമ്മൾ ചില പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നാലുണ്ടാവും അവിടെ മോത്ത് കോക്കാത്ത കുറച്ച് ആൾക്കാർ. ഒരു ജോലി കിട്ടുന്നതിന് മുമ്പ് അങ്ങനെയൊന്നും അല്ല, നല്ല മനുഷ്യന്മാരായിരുന്നു. ചിർച്ചൂല, വർത്താനം പറയില്ല, മോത്ത് കോക്കൂല, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവും. എല്ലായിടത്തും അല്ല കേട്ടോ. ഞാൻ ആരെങ്കിലും അങ്ങനെ ഇവിടെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ വണ്ടിയുടെ കാറ്റ് വയ്ക്കൊന്നും വേണ്ട. പൊതുവെ അങ്ങനെയാണ്. പൊതുവെ മോത്ത് കോക്കൂല, എന്തെന്നോ പറഞ്ഞാൽ മൈൻഡ് ചെയ്യൂല, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടാവും. ഓല് ജോലി കിട്ടണതിൻ്റെ മുമ്പ് അങ്ങനെയൊന്നും അല്ല, നല്ല മനുഷ്യന്മാരാണ്. ജോലി കിട്ടിയപ്പോൾ ഉണ്ടായ മാറ്റാണ്. തൊഴിൽ ഉള്ളവർക്ക് തൊഴിൽ ഇല്ലാത്തവരെ കണ്ണിൻ്റെ വരെ കണ്ടുകൂടാ. വരുമാനമുള്ളവർക്ക് വരുമാനമില്ലാത്തവരോട് ഇൻസൾട്ടിങ് ആണ്. ഇതാണ് രണ്ടാമത്തെ മാറ്റം. മൂന്നാമത്തെ മാറ്റം റിട്ടയർഡ് ആയാൽ. റിട്ടയർഡ് ആകുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലിയിൽ നിന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും, പാടത്തുനിന്ന് റിട്ടയർഡ് ആയാലും, ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും, എവിടുന്ന് റിട്ടയർഡ് ആയാലും ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാന്നുള്ളതാണ് പ്രശ്നം. പേരക്കുട്ടി വിരുന്ന് വരുമ്പോഴൊക്കെ വലിയ റാഹത്തിലാണ് വരിക. പേരക്കുട്ടി വിരുന്ന് വരുമ്പോൾ ആ വല്യാപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് കരുതിയിട്ട് അങ്ങനെ വരും. പഠിക്ക തന്നെ പോയിട്ട് പേരക്കുട്ടിനെ എടുത്തുകാണ്ട് തോളിലിട്ട് കാണ്ടൊക്കെ കൊണ്ടുവരും. 2 ദിവസം തിരക്കേടുണ്ടാവില്ല. 3-ാമത്തെ ദിവസം പത്രത്തിൽ നിന്ന് ഫോട്ടോ വെട്ടി കണ്ണട കാല് മുറിച്ചു. അങ്ങനെ ആകെ പ്രശ്നം. സൈക്കിൾമ കയറിയാൽ കയറിയതിൻ്റെ പ്രശ്നം, സൈക്കിൾമ കയറിയില്ലെങ്കിൽ കയറാത്തതിൻ്റെ പ്രശ്നം. സൈക്കിൾമ കയറിയാൽ കണ്ടില്ലേ ആ ചെറുക്കം കാല് മുറിച്ചാൻ വേണ്ടി കയറിയിരിക്കണത്. കയറിയില്ലെങ്കിലോ 4,500 ഉറുപ്പ്യ മുടക്കിയിട്ട് ഒരു സൈക്കിൾ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് ഓനയിമൊന്ന് കയറി നോക്കിക്കൂടെ എന്നായി. ഈ പ്രശ്നം അവിടെ അല്ല, അത് പള്ളിക്ക് ഉണ്ടാവും. പ്രത്യേകിച്ച് ദർസുള്ള പള്ളിയാണെങ്കിൽ. ഇവിടെ ദർസ് ഉണ്ടാവും ഇല്ല. ദർസുള്ള പള്ളിയാണെങ്കിൽ എന്തായാലും ഉണ്ടാവും. മഗ്‌രിബിന് വരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. ഹൗദിന്ന് വെള്ളം മുക്കിയാൽ മുക്കിയതിൻ്റെ പ്രശ്നം, മുക്കിയില്ലെങ്കിൽ മുക്കാത്തതിൻ്റെ പ്രശ്നം. ഹൗദിന്ന് വെള്ളം മുക്കിയാൽ കണ്ടില്ലേ അള്ളാൻ്റെ പള്ളിക്കത്തെ വെള്ളം മുഴുവൻ മുക്കി വെച്ചിടും. മുക്കിയില്ലെങ്കിൽ കണ്ടില്ലേ പടച്ചോൻ്റെ പള്ളിക്കൊക്കെ കാലഗാതെ കയറണു. അങ്ങനെ ആവും. ഇതാണ് സംഗതി. ചൊറിഞ്ഞിങ്ങാണ്ട് മാന്തിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാവും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ്. ഈ മാറ്റത്തെ പരസ്പരം ഉൾക്കൊള്ളണം. ഒന്ന്, ഞമ്മക്ക് തോന്നണം ഞാൻ ഇപ്പോൾ വലിയ കുട്ടിയായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് മാറ്റം ഉണ്ടാവും, കുറഞ്ഞൊരു ഒതുക്കം വേണം. എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്, മാറ്റം വരുന്ന സമയമാണ്, അതുകൊണ്ട് തൊഴിലില്ലാത്തവരെ പരിഗണിക്കണം. എനിക്ക് വയസ്സായിട്ടുണ്ട്, കുട്ടികളോട് ഏറെ വരുന്ന കാലമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ ഒരു സബൂറാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇതാണ് 1-ാം ഭാഗം. ഇതിനൊരു 2-ാം ഭാഗമുണ്ട്. ആ 2-ാം ഭാഗം എന്താ വെച്ചാൽ, കുട്ടികളിങ്ങനെ ലേശം വലുതായി, ഒരാൾ അക്കരമ പോയി, ഒരാൾ ഇക്കരമ പോയി, ഒരാൾ നടുവിൽ ചെറിയൊരു ഒരു സൂപ്പർ മാർക്കറ്റ്, മിനി സൂപ്പർ മാർക്കറ്റും തുടങ്ങിയാൽ ഇമ്മിയും മക്കളും കൂടി ഒന്നായിട്ട് വാപ്പാനൊരൊറ്റ ചവിട്ടണ്ട് ചവിട്ടും. അതാണ് മറ്റൊരു രംഗം. വാപ്പാക്ക് പിന്നെ ആ പെരയിൽ ഒരു അഡ്രസ്സും ഫോൺ നമ്പറും ഒന്നുമില്ല. വാപ്പാക്കാകുള്ള പണി ഒന്ന് നഴ്സറി കുട്ടിനെ വണ്ടി കയറ്റുക, പിന്നെ അങ്ങാടിയിൽ പോയിട്ട് മീൻ മേടിച്ചുകൊണ്ടുവരാം, ടോർച്ച് എടുത്തുങ്ങാണ്ട് മഗ്‌രിബിക്ക് പള്ളിക്കൊക്കെ പോകുക. 3 കാര്യം മാത്രമേ പിന്നെ വാപ്പാക്കുള്ളൂ. ബാക്കിയൊക്കെ ഉമ്മയും ബാപ്പയും കൂടിയും ഉമ്മയും മക്കളും കൂടിയും കൂടിയാലോചിച്ചുകൊണ്ടാണ് തീരുമാനിക്കും. വാപ്പാനെ പുറംകാലം കൊണ്ട് ഒറ്റ ചവിട്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ വാപ്പാനെ പറയണ്ടായ കാരണം. അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഹൽക്ക് വാപ്പയാണ്. അള്ളാഹിൻ്റെ ആദ്യത്തെ ഹൽക്ക് വാപ്പയാണ്. അതിനാണ് നമ്മൾ അബൂന അബുൽ ബഷർ സയ്യിദുന ആദം എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ഫളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് വാപ്പയാണ്. ഏത് മനുഷ്യൻ്റെയും പ്രത്യേകതയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അവൻ്റെ വാപ്പയാണ്. വാപ്പയെ പരിഗണിക്കാത്തവന് ജീവിതത്തിലെ എല്ലാ ഫളിലും നഷ്ടപ്പെട്ടു. കാരണം മനുഷ്യൻ്റെ ഫളിൽ അവൻ്റെ വാപ്പയിലേക്കാണ് മടങ്ങുന്നത്. ഏത് മനുഷ്യനും ഇത് ആലോചിക്കണം, ഏതാളും ആലോചിക്കണം.
അതുകൊണ്ട് നമ്മൾ ഇവിടെ ജീവിക്കണോ ജീവിക്കണ്ടയോ, നമ്മൾ ഈ ദുനിയാവിലേക്ക് വരണമോ വരേണ്ടയോ എന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നിൽ വാപ്പയാണെന്ന് തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന ആയത്തിൻ്റെ തഫ്സീറിലുണ്ട്. തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയം പുരുഷൻ്റേതാണ്, സ്ത്രീയുടേതല്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ബന്ധം വാപ്പാക്കാണുള്ളത്. വാപ്പയിൽ നിന്നാണ് മനുഷ്യന് സ്വഭാവമുള്ളത്. വാപ്പയാണ് മനുഷ്യൻ്റെ ഫضലിനെ തീരുമാനിക്കുന്നത്. ഏത് മനുഷ്യൻ്റെയും പ്രാധാന്യത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്നാം ഘടകം അവൻ്റെ പിതാവാണ്. അതുകൊണ്ട് വാപ്പാക്ക് ഫضല് കൽപ്പിക്കാത്തവൻ ജീവിതത്തിൽ ഫضലില്ലാത്തവരാവും. മെല്ലെ മെല്ലെ തിരിച്ചറിയുള്ളൂ. വാപ്പാനെ നിന്ദിച്ചവൻ അനുഭവിക്കാതെ മരിക്കില്ല. അനുഭവിക്കുക മാത്രമല്ല, അനുഭവിച്ചു എന്ന് നാട്ടുകൾ തിരിച്ചറിയുന്നതിന് മുമ്പ് മരിക്കൂല. ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്നറിയില്ല. ഓനൊക്കെ അത് വരും. ഓൻ്റെ വാപ്പാനെ ഇടങ്ങാറാക്കിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ മനസ്സിലാക്കുന്നതിൻ്റെ മുമ്പ് മരിക്കൂല എന്നാ ഞാൻ പറഞ്ഞത്. ഓന് മനസ്സിലാകാതിരിക്കുന്നല്ല, ഓനേതായാലും മനസ്സിലാവും. ഓന് മനസ്സിലാവും. അതേസമയത്ത് നാട്ടുകാർ കൂടി മനസ്സിലാകും വാപ്പാനെ ഇൻസൾട്ട് ചെയ്തതിനാണ് ഓനത് അനുഭവിച്ചിട്ടുള്ളത് എന്ന് നാട്ടുകാർക്കും മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് മരിക്കൂല എന്നതാണ് അക്കാര്യം. രണ്ടാമത്തത് ഉമ്മയാണ്. ഞാൻ കുറേ ആലോചിച്ച് നോക്കിയിരുന്നു, എന്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തോളി, സ്വർഗം ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തതെന്ന് ആലോചിച്ച് നോക്കിയിരുന്നു. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അതായത് സ്കൂളത്തെ ഫീസ് കൊടുക്കാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്താണ്, സ്കൂട്ടിയിൽ എണ്ണടിക്കാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്താണ്, സൈക്കിൾ വാങ്ങാനുള്ള പൈസ വാപ്പാൻ്റെ അടുത്താണ്, പിന്നെ പെരുന്നാൾക്ക് കുപ്പായം എടുക്കാനുള്ള പൈസയും വാപ്പാൻ്റെ അടുത്താണ്. സ്വർഗം അല്ലാഹു തആല ഉമ്മാൻ്റെ അടുത്തും കൊടുത്തു. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം ഉമ്മാൻ്റെ കാലിൻ്റെ ഒട്ടാണ് എന്ന് പറഞ്ഞു. എന്താ കാരണം ഇപ്പോൾ ഒക്കെ വാപ്പാൻ്റെ അടുത്ത് കൊടുത്തിട്ട് സ്വർഗം മാത്രം ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തതെന്ന് കുറേ ആലോചിച്ച് നോക്കി. അതിന് പല കാരണമുണ്ട്. ഒന്ന്, ഇമ്മാൻ്റെ അടുത്ത് നിന്നാകുമ്പോൾ വേഗം വാങ്ങാൻ പറ്റും. ബാപ്പാൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും സാധനം കിട്ടണമെങ്കിൽ എന്തിനാത്, എത്ര റുപ്യ വേണ്ടത്, ബാക്കി എത്ര ഉണ്ടാകുക, എല്ലാവരും ഇങ്ങനെ തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടേ കിട്ടുള്ളൂ. അതേ സമയത്ത് ഉമ്മാൻ്റെ അടുത്ത് എളുപ്പം കിട്ടും. ഇമ്മാൻ്റെ അടുത്ത് കൊടുത്തിട്ടും ഒരാൾ സ്വർഗം വാങ്ങിയില്ലെങ്കിൽ ഓന് പിന്നെ ആ സാധനം കിട്ടാൻ പോണില്ല എന്നറിയിക്കാൻ കൂടിയാണ് സ്വർഗം അള്ളാഹു ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത്. ഒരു കാര്യം. ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇമ്മാൻ്റെ അടുത്ത് കൊടുത്തത് കൊടുക്കാനാണ്, അല്ലാതെ കൊടുക്കാതിരിക്കാനല്ല. പഠിച്ചോനെ ചായയൊക്കെ മേടിച്ചോളി, അത് ഞാൻ സമ്മതം കൊടുത്തത് തന്നെയാണ്, പക്ഷെ വയത് കേൾക്കണം. അല്ലാഹു തആല ഇമ്മാൻ്റെ അടുത്ത് സ്വർഗം കൊടുത്തതേ നിങ്ങൾ കേട്ടാലേ മനസ്സിലാവും, നിങ്ങൾ നോക്കിയാലേ മനസ്സിലാവുള്ളൂ ഞാനീ പറഞ്ഞ എന്താണ്. അള്ളാഹു സ്വർഗം ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തത് കൊടുക്കാതിരിക്കാനല്ല, കൊടുക്കാനാണ്. ചില ഉമ്മാര് പറയും എന്ത്, ഞാൻ മരിച്ചാലിൻ്റെ മയ്യത്തും പുറം പോലും ഓന് കാണിച്ചു കൊടുക്കരുത് എന്ന്. അതിനല്ല ഉമ്മാൻ്റെ അടുത്ത് തന്നത്. അതിനാണെങ്കിൽ മീശക്കാരൻ്റെ അടുത്താണ് കൊടുക്കുക, വാപ്പാൻ്റെ അടുത്ത്. അത് വാപ്പാൻ്റെ സ്വഭാവമാണ്. ഇമ്മാൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്തായാലും എൻ്റെ കുട്ടിയല്ലേ എന്ന് ആലോചിക്കാൻ ഉമ്മാക്കേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മാൻ്റെ അടുത്ത് തന്നത് കൊടുക്കാതിരിക്കാനല്ല, കൊടുക്കാനാണ് എന്നതാണ് ഒന്നാം ഭാഗം. ഇനി രണ്ടാം ഭാഗം ഉമ്മാക്ക് എത്രത്തോളം ഫضൽ ഒരു മനുഷ്യൻ നൽകുന്നുണ്ട് എന്നതാണ് നന്ദിയുടെ അടിസ്ഥാനം. നന്ദിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞത് അതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏറ്റവും കൂടുതൽ ഓർമ്മ ശക്തി നൽകിയിട്ടുള്ളത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നിയമത്ത് ചെയ്തത് നബി തങ്ങൾക്ക് തന്നെയാണ്, ഏറ്റവും റഹ്മത്ത് ചെയ്തത് നബി തങ്ങൾക്ക് തന്നെയാണ്, ഏറ്റവും ബർക്കത്ത് ചെയ്തത് നബി തങ്ങൾക്ക് തന്നെയാണ്. എന്നാൽ നബി തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചിട്ടുണ്ട്, 6-ാമത്തെ വയസ്സിൽ ഉമ്മി മരിച്ചിട്ടുണ്ട്. എന്നാലും അള്ളാഹു ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്തത് ആർക്ക് തന്നെയാണ്? നബി തങ്ങൾക്ക് തന്നെയാണെന്നാണ് ഉത്തരം. വാപ്പല്ല ഉമ്മല്ല പിന്നെ എന്ത് റഹ്മത്താ എന്നതിൻ്റെ ഉത്തരം എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെട്ടു എന്നതിൻ്റെ ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദീനുൽ ഇസ്ലാം പറഞ്ഞുകൊണ്ട് നടക്കാൻ ഉമ്മ തടസ്സമാവാതിരിക്കാനാണ്. എന്തേലൊക്കെ പറയുമ്പോഴേ അത് ഓൻ്റെ വാപ്പാക്ക് വേണ്ടി പറഞ്ഞത് ഇക്കാരം, അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടി പറഞ്ഞത് ഇക്കാരം. മാത്രമല്ല മുത്തുനബിക്ക്
വാപ്പ ഉമ്മയിലൂടെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും ഒന്നുമില്ല. മറ്റാർക്കും വേണ്ടി പറഞ്ഞതാണെന്ന സംശയം പോലും നബി തങ്ങളെക്കുറിച്ച് പറയാൻ കഴിയില്ല എന്നതാണ് അള്ളാഹു തൻ്റെ ഉമ്മയെയും വാപ്പയെയും മരിപ്പിച്ചതിലൂടെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്ത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അതിലൂടെ വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നതാണ്. അപ്പോൾ